പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പരിപ്പ് കറിയാണ്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനും എല്ലാത്തിനും നല്ലൊരു ഡിഷാണ്. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ ഇത് കഴിച്ച് അന്ന് മുതലേ എനിക്ക് തോന്നിയതാണെങ്കിൽ ഇവിടെ വന്ന് ഞാനത് ചെയ്തു. അപ്പം നമുക്ക് ഇന്ന് പരിപ്പ് കറിയാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അപ്പോൾ ഇതാണ് രണ്ട് തരം പരിപ്പ്. ഇത് തുവരപ്പരിപ്പ്, അത് നമ്മൾ സാമ്പാറിനിടുന്ന പരിപ്പ്. ഇത് പായസത്തിനിടുന്ന ചെറുപയർ പരിപ്പാണിത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചാണ് ഇന്നത്തെ നമ്മുടെ കറി. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. രണ്ടും കൂടെ ഒന്നിച്ച് നമുക്കിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ രണ്ട് തരം പരിപ്പുകളാണ് എടുത്തിരിക്കുന്നത്, തുവരപ്പരിപ്പും അതുപോലെ ചെറുപയർ പരിപ്പും. ഇത് സോക്ക് ചെയ്യാൻ വെച്ചു, നല്ല പോലെ ഇത് കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലോട്ട് ഇടുകയാണ്. സ്വല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാം. തുവരപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പരിപ്പുകൾ രണ്ടും കൂടെ അങ്ങോട്ട് ഇടുകയാണ്. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുന്നു, സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നു. ഇതിനകത്ത് ഇത് കിടന്ന് വെന്തോളും. 5 മിനിറ്റ്, അതായത് ഒരു വിസിലടിക്കുമ്പോൾ നമുക്കിത് നിർത്താം. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ചൂടായതിനകത്തോട്ട് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരുന്ന നെയ്യാണേ. നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇതിനകത്ത് വേണം എല്ലാ സാധനവും വഴറ്റിയെടുക്കാൻ. സാദാ ജീരകമാണ്, ഒരു സ്വല്പം ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, ഇഞ്ചി എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലപോലെ ബ്രൗൺ നിറമാകണം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും, ഒരു സവാള, ഒരു 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത്, ഇതെല്ലാം കൂടാണ് ഇട്ടിരിക്കുന്നത്. ഇനിയും വേണ്ടത് ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ജീരകം സ്വല്പം റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്, ഒരു 1/2 സ്പൂൺ. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് ഈ കറിയുടെയൊക്കെ രുചി. ആദ്യം തന്നെ എണ്ണയും വെളിച്ചെണ്ണയും നെയ്യും കൂടാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയും പയർ വെന്തോ നോക്കാം. അതിൻ്റെ ആവി പോയില്ല. നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. രണ്ട് പരിപ്പും സമസമമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാമ്പാർ പരിപ്പും പായസപ്പരിപ്പും തന്നെ നല്ല ഒരു മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് സ്വല്പം കായമാണ്, കായപ്പൊടി. കറിക്കകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് കിടന്ന് വേകണം. വേകുന്നതിന് മുമ്പേ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി ഇട്ട് കൊടുക്കണം. സ്വല്പം മല്ലിയില
അപ്പം വെള്ളവും കൂടെ ഒഴിക്കണം. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നിർത്താം. ചപ്പാത്തിയോ പൊറോട്ടയോ എന്നാ വേണേലും ഇത് കൂട്ടി കഴിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ സൂപ്പർ ഡാൽ കറി റെഡിയായി. ഇനി ഒരു പാത്രത്തിലോട്ടെടുത്ത് നമുക്ക് ചപ്പാത്തിയോ ചോറോ എന്ത് കൂട്ടിയാണേലും കഴിക്കാം. അപ്പം നമ്മുടെ ആ ഒരു മസാല, ഇതിനകത്ത് മല്ലി ചേർത്തിട്ടില്ല, മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മുടെ ഈ മസാല, ആ എണ്ണയും അതുപോലെ ഇവിടെ ഉണ്ടാക്കിയ നറുനെയ്യാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പരിപ്പ് കറി എല്ലാം റെഡിയായി. ഈ പരിപ്പ് കറി മാത്രം മതി നമുക്ക് ഉച്ചയ്ക്ക് ചോറിന്. വേറെ കറിയൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പം എനിക്കിത് മതി. അതിൻ്റെ മണം വരുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. സൂപ്പറായിരിക്കുന്നു കേട്ടോ. ഇത്രയും നല്ല ഒരു കറി ഈ ഇടയ്ക്കൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ചപ്പാത്തി ഉണ്ടാക്കണം വൈകിട്ട്, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കണം. ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് തയ്യാറാക്കിയെടുക്കണം. ഇത് ഈ നെയ്യും എണ്ണയും കൂടെ വരുന്നതും പിന്നെ അതിനു വേണ്ടി കായം ചേർത്തതും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കുന്നു. നിങ്ങൾ ഇതേ കറി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ് ബായ്.